മാസം നിങ്ങൾക്ക് ഒരു സുനിശ്ചിത തുക വരുമാനം തരുന്ന ഒരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. മനോഹരമായ ഒരു ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, എനിക്ക് പിറകിലായിട്ട് നല്ല മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വാഗമണ്ണാണ്. ഇവിടെയായിട്ട് നല്ലൊരു ഹോം സ്റ്റേ വന്നിട്ടുണ്ട്. അത് ബഡ്ജറ്റ് പ്രൈസിലായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു ഹോം സ്റ്റേ ആണ് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റാർട്ട് ഡീലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രോപ്പർ വാഗമണ്ണാണ്. വാഗമൺ ടൗണിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു 12 സെൻറ്റിനകത്തായിട്ട് ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആണ്, അതാണ് കൊടുക്കാനുള്ളത്. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ പാർക്കിംഗ് ഉള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് കാണാം. ഒരു വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഇന്നോവയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പേസ് അവിടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് തേയിലത്തോട്ടമാണ് കേട്ടോ. ഈ ഒരു ഭാഗം ഇത്രയും തേയിലയാണ് കേട്ടോ. അപ്പോൾ അവിടെയായിട്ട് ഇപ്പോൾ ഇന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഉച്ചയ്ക്ക് സമയം 12 മണിയാണ്. വാഗമണ്ണിലെ ക്ലൈമറ്റിനെ പറ്റി ഞാൻ അധികം ആരോടും പറയേണ്ടതില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇതൊരു എ ഫ്രെയിം ഹൗസാണ് കേട്ടോ. ഈ ഒരു എ ഫ്രെയിം കോട്ടേജാണ് ഇവിടെ ഇവർ വിൽക്കാനായി. ഈ 12 സെൻറ്റിനകത്തായിട്ട് ഈ ഒരു കോട്ടേജാണ് മൊത്തത്തിലായിട്ട് ഇവർ വിൽക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിമനോഹരമായ ഒരു വഴി ഇവിടേക്ക് ഇറങ്ങി വരാനായിട്ട് കൃത്യമായിട്ട് അവർ പടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് LED ലൈറ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വേലി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ വരുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇവിടെ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു തേയിലത്തോട്ടവും ഈ ഒരു വ്യൂവും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഷീറ്റാണ് കേട്ടോ. എനിക്കൊന്ന് GA ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ ഈ ഒരു ഇതിനകത്ത്. പിന്നെ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഗ്ലാസ്സാണ് ഇവരിട്ടേക്കുന്നത് കേട്ടോ. കാരണം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് കയറാൻ തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അപ്പോൾ ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ചുറ്റുപാടും അവർ ചെറിയ മെറ്റലുകളാണ് ഈ ഒരു ഭാഗം എത്ര ഇട്ടേക്കുന്നത്. അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗം എത്രയും. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാം. ആദ്യം നമുക്ക് താഴെ പോയിട്ട് വരാം. താഴെ നമുക്ക് ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവരിവിടെ പടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പടി ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പോകാൻ. അപ്പോൾ ഇത് ഇറങ്ങി പോകുന്നതിനൊപ്പം തന്നെ ഈ സൈഡിലായിട്ട് തേയില ചെടികൾ നിൽക്കുന്നതാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഈ 12 സെൻറ്റിനകത്തും തേയില ചെടികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ താഴേക്ക് വരുമ്പോൾ ചെറിയൊരു സ്പേസ് നമുക്ക് ബാർബിക്യോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ഒരു കിണർ ആ ഒരു ഭാഗത്തായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഷീറ്റൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് ഇതിനകത്തൊരു ലൈറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻവെർട്ടർ സൗകര്യം അങ്ങനെയുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് LA പട്ടയമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളത്. നമുക്ക് ഹോം സ്റ്റേ ലൈസൻസും ഈ ഒരു പ്രോപ്പർട്ടിക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ വളരെ റീസണബിളായിട്ടുള്ളൊരു പ്രൈസിൽ അവർ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് തരും കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു അരുവിയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരിവിടെ ചങ്ങലൊക്കെ ചെയിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസമേ ഭയങ്കര ഒരു കോമഡി ഞാൻ കണ്ടായിരുന്നേ. നമ്മുടെ റീലിനകത്ത് എവിടെയോ ഒരിടത്ത് കിടക്കുന്ന സാധനം, ആ കറുത്ത് കിടക്കുന്ന സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? ചെറുത് ആരോ ഒരു പെൺകുട്ടി ആ സാധനത്തിനെടുത്ത്, അത് നമ്മുടെ വാൽമാക്രി കേട്ടോ, ഇതിനെ എടുത്ത് എന്തോ വായിക്കൊള്ളാത്തൊരു ഇംഗ്ലീഷ് പേരും പറഞ്ഞിട്ട് ഏതോ ഒരു തരത്തിലുള്ള മീനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കുട്ടി എനിക്കൊന്ന് നെല്ലിയാമ്പതിയിൽ പോയിട്ടാണ് അത് ചെയ്തേ തോന്നുന്നു. എന്തായാലും ഈ വാൽമാക്രിയെ കണ്ടിട്ടുണ്ട്, ഈ സെയിം സാധനത്തെ കണ്ടിട്ടാണ് അത് പറഞ്ഞത്. എന്തായാലും ഇവിടെ നല്ലൊരു അരുവിയുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നുണ്ട്. അതായത് ഈ പ്രോപ്പർട്ടിയുടെ അതിര് പങ്കിടുന്നത് ഈ ഒരു അരുവിയാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് പ്രോപ്പർട്ടി കണ്ടേ, മുകളിലേക്ക് പോകണ്ടേ. അപ്പോൾ ഇതാണ് ഇവിടെ ഇത്രയും വരെ ഉള്ളത്. ഈ വേലി കെട്ടി വെച്ചേക്കുന്നത് ഇവിടാണ് ഇതിൻ്റെ അതിര് എന്ന് പറഞ്ഞത്. ഇതാണ് വെറും 12 സെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. വെള്ളം ഇവിടെ തൊട്ടടുത്ത അരുവി ഉണ്ടായതുകൊണ്ട് തന്നെ
വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല, നല്ല വെള്ളമാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ പാടുള്ള കാര്യം ഇത്തരം പ്രദേശങ്ങളിൽ എന്താ പറയുക, വെള്ളം കിട്ടാനാണ് പാട്. കാരണം ഇങ്ങനെ ഈ ഒരു ഹിൽ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് മെയിനായിട്ട് ഉണ്ടാകാനുള്ള കാരണം അവിടെ കിണർ കുഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ എന്തായാലും കിണറുണ്ട്. അതും അധികം ആഴമില്ലാതെ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്ന കിണർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു അട്രാക്റ്റീവായിട്ടുള്ള പോയിൻ്റ്. ഇതിൽ നിന്നൊക്കെ എത്രത്തോളം തേയില കിട്ടുന്നുണ്ടാവും? ഇനി ഇവർ ഇത് ലീസിന് കൊടുത്തേക്കുമായിരിക്കും, അതായത് തേയില ചെടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ടുള്ള ധാരണയില്ല. നമുക്ക് എന്തായാലും ഓണറോട് അത് ചോദിക്കേണ്ടതുണ്ട്. അതെന്തായാലും നമുക്ക് വഴിയെ ചോദിക്കാം എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി കോട്ടേജിലേക്ക് കയറാം. അപ്പോൾ ഈ കോട്ടേജിലേക്ക് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് നല്ല 2 മരമുണ്ട് കേട്ടോ. ഈ മരത്തിനകത്തൊക്കെ രാത്രി LED ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ വാ, കയറി വാ. ഇനി നമുക്ക് ഇതാ ഇവിടെയായിട്ട് നമ്മുടെ കോട്ടേജ് വരുന്നത്. ഫുഡ് വെയർ നോട്ട് അലൗഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെരുപ്പ് വെളിയിൽ ഊരിയിടണോ? നമുക്ക് ചെരുപ്പ് വെളിയിൽ ഊരിയിടാം, ഷൂ വെളിയിൽ ഊരിയിടാം, എന്നിട്ട് കയറാം. അപ്പോൾ ഫുൾ ടൈം 24 hour വീഡിയോ സർവൈലൻസിങ്, CCTV ക്യാമറയും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിമേൽ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു സിറ്റിംഗ് സ്പേസ് സെറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ AC ഇടുന്ന ആവശ്യമില്ല. ഇതാ അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഗ്ലാസും മറ്റു കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിട്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആഹാരം പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ചെറിയൊരു സ്പേസ്, ഒരു കിച്ചൺ ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് അതിൻ്റെ ഒരു വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വാഷ് ബേസിനും മിറർ, LED ലൈറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വാവ്. ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഇൻവെർട്ടർ ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്. ഇതിനടിയിലായിട്ടാണ് നമ്മുടെ ബാത്റൂമിൻ്റെ സ്ഥാനം. ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റൂം. നോക്കി, ഫ്രെയിം ആണെങ്കിലും നല്ല സൗകര്യമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ. നോക്കി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന, ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മെത്തയാണ് കേട്ടോ. ഇനി ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ, ഇത് തുറന്നിട്ടാൽ നമ്മൾ തേയിലത്തോട്ടമാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് മുകളിലൊരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു വാർഡ്രോബിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറാനായിട്ട് ഇവിടെ പടികൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഡാ കണ്ടോക്ക്. അപ്പോൾ ഇവിടെയും നമുക്ക് കിടക്കാനായിട്ട് പറ്റും കേട്ടോ. യെസ്, അടിപൊളി, സൂപ്പർ. ഇവിടെ ഇരിക്കാം, ചായ കുടിക്കാം, ചെറിയൊരു ടേബിള്, ചെറിയൊരു സെറ്റപ്പ്. പിന്നെ ഇവിടെ ഒരു കൂളർ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് കിടക്കാനായിട്ടും പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. കൊള്ളാമല്ലേ? കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വേറെ 2 കാര്യങ്ങളുണ്ട്. ലൈറ്റുകൾ, അത് ഞാൻ കാണിക്കാൻ വിട്ടു. 2 നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 6 ലൈറ്റുകളുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല രസത്തിൽ തന്നെയാണ് ആ ഒരു ലൈറ്റുകളൊക്കെ കൊടുത്തേക്കുന്നത്. എന്തായാലും ആ ലൈറ്റുകളാണ് മെയിനായിട്ടും ഈ ഒരു കോട്ടേജിനകത്ത് വെട്ടം തരുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. മൊത്തത്തിൽ ഈ ഒരു വൈബ് കിടവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ഈ പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് ഒരു 52 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. വെറും 52 lakhs. 52 ലക്ഷം രൂപ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ മാസം ഒരു 40,000 50,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഇതിന് റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, അതിലേക്ക് വിളിക്കാം. നിങ്ങൾ ഡീലുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കാം. അതുപോലെ വ്യത്യസ്തമായ ഡീലുകൾ നമ്മുടെ ചാനലിൽ വരണമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു ഡീലോട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.